നമസ്കാരം. തദ്ദേശക വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ജനകീയ ആസൂത്രണം അടുത്ത വാർഷിക പദ്ധതി തയ്യാറാക്കി ഈ ഗ്രാമസ്വരാജ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും പ്രാപ്തമാക്കുന്നതിന് ഏകദിന പരിശീലനം തൃശൂർ കിലയിൽ വെച്ച് നടന്നു. പരിപാടിയിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രതിനിധികൾ, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ചെയർമാൻ, അംഗങ്ങൾ, കില ഡയറക്ടർ ജനറൽ, വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര നഗരസഭയിൽ ആരംഭിച്ച സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര റഫീഖ് നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ തന്നെ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ. സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് അവരുടെ സ്വന്തം മൊബൈലിൽ കെ സ്മാർട്ട് ആപ്പ് ഉപയോഗിച്ചോ അവരുടെ തന്നെ സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ചോ മുനിസിപ്പാലിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും ഓൺലൈൻ വഴിയോ അല്ലാതെയോ പണമടക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളും അറിയിപ്പുകളും SMS, വാട്സപ്പ് മുഖേന അറിയാൻ സാധിക്കും. കെ സ്മാർട്ടിലേക്ക് മാറുമ്പോൾ തുടക്കത്തിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ഇത്തരം ഫെസിലിറ്റേഷൻ സെന്ററുകൾ സഹായകരമാവും. തൃശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 31 അതിദാരിദ്ര്യർക്കുള്ള അവശ്യ സാധനങ്ങളുടെയും ഭക്ഷ്യക്കിറ്റിന്റെയും വിതരണം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ അതിദാരിദ്ര്യരുടെ കണക്കെടുത്ത് ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനത്തിലൂടെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. വരവൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രർക്കായി ഭവന പുനരുദ്ധാരണ പദ്ധതി, മരുന്ന്, അവശ്യരേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ എന്നിവ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കി. അത്താണി ഡെവലപ്മെന്റ് പ്ലോട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ സഹായത്തോടെ 31 കുടുംബങ്ങൾക്ക് 19 ഇനങ്ങളുള്ള ഭക്ഷ്യക്കിറ്റ് മന്ത്രി വിതരണം ചെയ്തു. വരവൂർ വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ എന്നിവർ വിശിഷ്ടാതിഥികളായി. എറണാകുളം ജില്ലാ TV സെന്ററും ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പദ്ധതിക്കുള്ള പരിശീലനം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ അനന്ത് മോഹൻ, WHO കൺസൾട്ടന്റ് ഡോക്ടർ ഗായത്രി എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ വ്യാപ്തി തിരിച്ചറിയാനും അവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈവരിക്കാനും പഞ്ചായത്തുകൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം സൃഷ്ടിക്കാനും അവരുടെ സംഭാവനകളെ അഭിനന്ദിക്കാനും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് ക്ഷയരോഗമുക്ത പഞ്ചായത്തിന്റെ ലക്ഷ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന മിഷന്റെയും കിലയുടെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന മെയ്റ്റുമാർക്കുള്ള പരിശീലന പരിപാടിയുടെ വയനാട് ജില്ലാതല ഉദ്ഘാടനം മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിൽ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ നിർവഹിച്ചു. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വയനാട് ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ PC മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AK റഫീഖ്, PK സാലിം, ഡയാന മച്ചാദോ, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈബാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തീരദേശ മേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഫുഡ് മോർണിംഗ് പദ്ധതിക്ക് മലപ്പുറം ജില്ലയിലെ പൊന്നാനി നഗരസഭയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം പുതുപൊന്നാനി ഫിഷറീസ് LP സ്കൂളിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഴീക്കൽ സ്കൂൾ, ടൗൺ സ്കൂൾ, പുതുപൊന്നാനി ഫിഷറീസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പാക്കുന്നത്. പട്ടിണിയില്ലാത്ത പഠനകാലം, പോഷകാഹാരക്കുറവ് പരിഹരിക്കൽ, ഹാജർ നില ഉയർത്തൽ, കൊഴിഞ്ഞുപോക്ക് തടയൽ, തൊഴിലെടുക്കുന്ന അമ്മമാരുടെ അധ്വാനം ലഘൂകരിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പൊന്നാനി കിച്ചൻ കുടുംബശ്രീ യൂണിറ്റാണ് ഫുഡ് മോർണിംഗ് പദ്ധതിയുടെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. പുട്ട്, കടലക്കറി, അപ്പം, മുട്ടക്കറി, പൂരി, കിഴങ്ങ് കറി, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, നൂൽപുട്ട് തുടങ്ങിയ വിഭവങ്ങളാണ് ഒരുക്കുക. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലവിതരണവും വിനിയോഗവും കാര്യക്ഷമമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജലവിതരണം ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും. കാർഷികോൽപാദന വളർച്ച കൈവരിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ പൂർണ്ണമായും ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്തും. വിശദമായ പദ്ധതി രേഖയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പശാലയിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ സമവായത്തിലൂടെ നടപ്പിലാക്കി ജലവിതരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ തുടക്കമിടുന്ന ശില്പശാല വരും ദിവസങ്ങളിൽ ഏലൂർ, കടുങ്ങല്ലൂർ, ആലങ്ങാട്, കരുമാലൂർ, കുന്നുകര എന്നിവിടങ്ങളിലും സംഘടിപ്പിക്കും. തൃശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച കുടിവെള്ള ATM AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു.
പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ₹1 കോയിൻ ഇട്ടാൽ 1 ലിറ്റർ തണുത്ത വെള്ളവും ₹5 കോയിൻ ഇട്ടാൽ 5 ലിറ്റർ വെള്ളവും ഏത് സമയവും ലഭ്യമാകുന്ന രീതിയിലാണ് വാട്ടർ ATM രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരത്തൻകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായിട്ടാണ് കുടിവെള്ള ATM സ്ഥാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം അശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനെതിരെയുള്ള നിയമ നടപടികൾ ഊർജിതമാക്കി. പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞവരിൽ നിന്നും മാലിന്യ ശേഖരണത്തിനായി ബിന്നുകൾ സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. യൂസർ ഫീ കുടിശ്ശിക വരുത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി കുടിശ്ശിക തുക പിഴ സഹിതം ഡിമാൻഡ് നോട്ടീസ് കക്ഷികൾക്ക് നൽകി തുടങ്ങിയതായും നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ശുചിത്വ ഗ്രേഡിംഗ് നിർണ്ണയിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥ പരിശോധന കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നു. പൊതു ശുചിത്വ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന് നോഡൽ ഓഫീസറെ നിയമിക്കൽ, അജൈവ ജൈവ മാലിന്യ സംസ്കരണം, ജീവനക്കാർ വീട്ടിൽ നിന്ന് അജൈവ വസ്തുക്കൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ടോ എന്ന പരിശോധന, സാനിറ്ററി മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം, ഈ മാലിന്യങ്ങൾ, പഴയ ഫർണിച്ചറുകൾ എന്നിവയുടെ കൈയൊഴിയൽ, ദ്രവമാലിന്യ സംസ്കരണം എന്നിങ്ങനെ 28 ഘടകങ്ങൾ പരിശോധിച്ചാണ് ഗ്രേഡിംഗ്. പരമാവധി 200 മാർക്കിലാണ് ഗ്രേഡിംഗ് പരിശോധന നടത്തുന്നത്. പരിശോധനാ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറി. ശുചിത്വത്തിൽ പിറകിലായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ തുടർ നടപടി സ്വീകരിക്കും. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത്, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകൾ, കോഴിക്കോട് നഗരസഭ, ഫറോക്ക്, രാമനാട്ടുകര നഗരസഭ എന്നിവിടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കിയ റിപ്പോർട്ട് ജോയിന്റ് ഡയറക്ടർക്ക് സമർപ്പിച്ചു. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി വാങ്ങിയ വാഹനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത കൂടരഞ്ഞി എന്ന ലക്ഷ്യം വളരെ പെട്ടെന്ന് കൈവരിക്കുന്നതിനും ഹരിതകർമ്മസേന പ്രവർത്തനം വേഗത്തിലാക്കുന്നതിനും വേണ്ടിയാണ് പഞ്ചായത്ത് ഭരണസമിതി വാഹനം വാങ്ങിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് തോമസ്, വാർഡ് മെമ്പർമാരായ ജെറീന റോയ്, സീന ബിജു, ബിന്ദു ജയൻ, ബാബു മൂട്ടോളി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ കാർഷിക യോഗ്യമാക്കുക ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പഞ്ചായത്ത് വിളയിച്ച കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 12ാം വാർഡിലെ ചെമ്മങ്ങാട്ട് വളപ്പിൽ CA രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കരനെൽ കൃഷി നടത്തിയത്. 2 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ 1.5 ഏക്കറിൽ ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിളയിച്ചത്. ബാക്കി കൃഷിയിടത്തിൽ വെണ്ട, പാവൽ, കോവയ്ക്ക, പടവലം, പയർ, വാഴ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയും വിളഞ്ഞു നിൽക്കുന്നുണ്ട്. പരമ്പരാഗത രീതിയിൽ ജൈവവളവും പച്ചിലയും ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. തികച്ചും ജൈവ രീതിയിൽ കരനെൽ കൃഷിയിൽ വിജയം കൈവരിച്ച CA രാധാകൃഷ്ണനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി മരുതോങ്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മുട്ടഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 200 വനിതകൾക്ക് 10 വീതം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് നൽകുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത്ത് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശോഭാശോകൻ, വാർഡ് മെമ്പർമാരായ തോമസ് കാഞ്ഞിരത്തിങ്കൽ, ഡെന്നിസ്, നിഷ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയിൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ മുട്ടക്കോഴി വിതരണം നടത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി വിതരണം ഉദ്ഘാടനം ചെയ്തു. മുരിയാട് വെറ്ററിനറി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ A സുനിൽ കുമാർ, മണി സജയൻ, നിജി വത്സൻ, വെറ്ററിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിറ്റ്സൺ പീൻ ഹീറോ, ഉദ്യോഗസ്ഥരായ ബിന്ദു VM, സീന VM, സൗജിത്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. തൃശൂർ ജില്ലയിലെ മണ്ണാർക്കാട് നഗരസഭ ആരോഗ്യ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. ആരോഗ്യം, സാന്ത്വന ചികിത്സ, വയോജന ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ. മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിലാണ് മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രി പ്രവർത്തിക്കുന്നത്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ റഫറൽ ആശുപത്രിയും ഏറ്റവും കൂടുതൽ ജനനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഈ ആശുപത്രിയിലാണ്. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, മെഡിക്കൽ സൂപ്രണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളോടൊപ്പം ദൈനംദിന കാര്യങ്ങളും സുഗമമായി നടത്തിവരുന്നു. കിഡ്നി രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കണക്കിലെടുത്ത് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ
46,41,000 രൂപ ചെലവിട്ട് പ്രത്യേക ഡയാലിസിസ് സെന്റർ ഈ കാലയളവിൽ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. 15 ലക്ഷം രൂപ ചെലവിൽ ബ്ലഡ് ബാങ്കിലേക്ക് അത്യാധുനിക സെൻട്രിഫ്യൂജ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വാങ്ങി പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തുകയും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ OP കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചതും OP ടിക്കറ്റിന് കമ്പ്യൂട്ടറൈസ്ഡ് സേവനം ഏർപ്പെടുത്താൻ കഴിഞ്ഞതും പാവപ്പെട്ട രോഗികൾക്ക് വലിയ സഹായമായി. 7 ലക്ഷം രൂപ ചെലവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മുൻഭാഗം ഇന്റർലോക്ക് ടൈൽ വിരിച്ചും 10 ലക്ഷം രൂപ ചെലവിൽ പെയിന്റിംഗ് പണികൾ പൂർത്തിയാക്കിയും ആശുപത്രി കെട്ടിടം മനോഹരമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ നഗരസഭ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. ആയുർവേദ ചികിത്സാരംഗത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. ദിനേശന്റെ നേതൃത്വത്തിൽ അരികെ നൂതന ആയുർവേദ പാലിയേറ്റീവ് പരിരക്ഷ കിടപ്പുരോഗികളായ നിർധനർക്ക് വലിയ സാന്ത്വനമായി. ഡോക്ടറും സംഘവും വീട്ടിലെത്തി പരിശോധിച്ച ശേഷം 1 മാസത്തേക്കുള്ള ഔഷധം സൗജന്യമായി നൽകിയതുവഴി നിത്യദുരിതപൂർണമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രോഗിക്കും അതുവഴി കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ തെല്ലൊരു ആശ്വാസം പകരാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. 3 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ നഗരസഭ നീക്കിവച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരസഭയിലെ 19-ാം വാർഡിൽ നെല്ലിപ്പുഴയുടെ തീരത്ത് 1,85 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2 നിലയിലേക്കും വാഹനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള സൗകര്യത്തോടെ നിർമ്മിക്കുന്ന ഈ ആശുപത്രി കെട്ടിടം നിലവിലുള്ള ആശുപത്രിയുടെ അസൗകര്യങ്ങളിലും സ്ഥലപരിമിതികളിൽ നിന്നുമുള്ള മോചനത്തിന് കാരണമാകും. കോവിഡ് കാലയളവിൽ വാക്സിനേഷൻ ബുക്കിംഗിലെ തിരക്കും വാക്സിന്റെ ദൗർലഭ്യവും കണക്കിലെടുത്ത് മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെ ആരംഭിച്ച സൗജന്യ കോവിഡ് വാക്സിനേഷൻ ചലഞ്ച് വൻ വിജയമായിരുന്നു. മണ്ണാർക്കാട്ടെ 2 സ്വകാര്യ ആശുപത്രികളുമായി സഹകരിച്ച് സംഘടിപ്പിച്ച നിരവധി വാക്സിനേഷൻ ക്യാമ്പുകളിലായി 3000-ലധികം പേർക്ക് സൗജന്യമായി കോവിഡ് വാക്സിൻ എത്തിച്ചു നൽകാൻ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു നഗരസഭ സൗജന്യ വാക്സിൻ എന്ന ആശയം ഈ വിധത്തിൽ പ്രാവർത്തികമാക്കിയത്. വയോമിത്രം പദ്ധതിക്കു കീഴിൽ വൃദ്ധജനങ്ങൾക്ക് മരുന്നെത്തിച്ചു നൽകുന്ന പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഒരു ഡോക്ടറും 2 നഴ്സും അടങ്ങിയ ടീം നഗരസഭയിലെ 20 സെന്ററുകളിലായി മരുന്ന് വിതരണം നടത്തിവരുന്നുണ്ട്. 1-ാം നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നഗരസഭാ ഓഫീസ് വയോജന ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി താഴത്തെ നിലയിലേക്ക് മാറ്റുന്ന പ്രവർത്തനവും ഈ കാലയളവിൽ പൂർത്തീകരിച്ചു. 40 ലക്ഷത്തോളം രൂപ ചെലവിലാണ് പൂർണ്ണമായും ശീതീകരിച്ച ജനസേവന കേന്ദ്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ കാണാം. വിദ്യാഭ്യാസ പദ്ധതികളിൽ അനുദിനം മുന്നേറുകയാണ് എഴുപുന്ന ഗ്രാമപഞ്ചായത്ത്. ബഹുമാന്യരെ, എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. എഴുപുന്ന ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ട് ഉള്ളത് NSLP സ്കൂളാണ്. ഈ NSLP സ്കൂളിൻ്റെ ഇപ്പോൾ പ്രീ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരത്തക്ക രൂപത്തിലാണ് പ്രീ സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ തന്നെ എഴുപുന്ന പഞ്ചായത്ത് ഈ NSLP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 4-ാം ക്ലാസ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഒരു വിഷൻ. സ്കൂളുകൾ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് കുട്ടികളെ സ്മാർട്ട് ക്ലാസ് റൂം, മറ്റ് ഏറ്റവും നല്ല സൗകര്യത്തോടുകൂടിയുള്ള സ്മാർട്ട് ക്ലാസ് റൂം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എഴുപുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള എരമല്ലൂർ ഗവൺമെൻറ് NSLP സ്കൂളിൽ 2021-22 അധ്യയന വർഷത്തിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. കോവിഡിന് ശേഷമുള്ള കുട്ടികളുടെ സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിൽ നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ മാനസികോല്ലാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമായി തന്നെ വർണ്ണക്കൂടാരം എന്ന ഒരു പദ്ധതി സമഗ്ര ശിക്ഷാ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഭംഗിയായി നടത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന ഒരു പ്രത്യേക പ്രോജക്റ്റ് തന്നെ ഈ വർഷത്തിൽ പഞ്ചായത്ത് ഇവിടെ നടപ്പിലാക്കുകയുണ്ടായി. അതോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്
ഒരു പ്രത്യേക പ്രോജക്റ്റ് എടുത്ത് ആ കുട്ടികൾക്ക് കൃത്യമായി രുചികരമായ പ്രഭാത ഭക്ഷണം നൽകുന്നതിനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അടുക്കള നവീകരിക്കുന്ന വലിയൊരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. സ്മാർട്ട് കിച്ചൺ എന്ന പേരിൽ നമ്മുടെ വിദ്യാലയത്തിലെ അടുക്കള നവീകരിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായ പാത്രങ്ങളും ഗ്ലാസുകളും അതോടൊപ്പം തന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും വാങ്ങി തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ പരിപാടി വളരെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് രക്ഷിതാക്കൾ യഥാസമയം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. കോവിഡിൻ്റെ കാലത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം ആശ്രയിച്ചിരുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അവരുടെ ആ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഇടപെടലാണ് വിദ്യാലയം നടത്തിയിട്ടുള്ളത്. ആ കുട്ടികൾക്ക് ഡാൻസ്, അതുപോലെ തന്നെ മ്യൂസിക്, ചെണ്ട ഇതുപോലെയുള്ള അധികമായ ക്ലാസ്സുകൾ നൽകാനും മറ്റ് അധിക പ്രവർത്തനങ്ങൾ നൽകാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ വിദ്യാലയം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഇതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടി വിവിധ ബോധവൽക്കരണ പരിപാടികളും നമ്മളിവിടെ പഞ്ചായത്തുമായി ചേർന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം വിവിധ ആഘോഷങ്ങൾ, ഇപ്പോൾ ഓണം, ക്രിസ്മസ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മുടെ വിദ്യാലയം നടത്താറുള്ളത്. അത്തരത്തിൽ സമൂഹത്തെ ആകെ വിദ്യാലയത്തിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ സുഗമമാക്കാനുള്ള ഇടപെടലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്തായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ കോലഴി ഗ്രാമപഞ്ചായത്താണ്. കോലഴി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തു വരുന്നത്? ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന 21 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. 21 കുടുംബങ്ങൾക്കും പുനരുദ്ധരിക്കാൻ വേണ്ട ഒരു പ്രൊജക്റ്റുകൾ എന്നത് അവരെ സ്വയം പര്യാപ്തമാക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ആദ്യമായിട്ട് രൂപം കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തൊഴിൽ മേഖല കണ്ടെത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് ഭക്ഷണം എത്തിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നല്ല, അവർക്ക് വേണ്ട സാമഗ്രികൾ എത്തിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ ഇവിടുത്തെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ചിന്മയ മിഷൻ, അതുപോലെ ഭാരതീയ വിദ്യാഭവൻ കുട്ടികളെ അവരെ മാസവും അവർ ഞങ്ങൾക്ക് ഇതുപോലെ കിറ്റുകൾ അവർക്ക് വേണ്ട സാധനങ്ങൾ തന്ന് അവരെ ഭക്ഷണ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരെയൊക്കെ റേഷൻ കാർഡുകൾ ചിലവർക്ക് ഉണ്ടായിരുന്നില്ല. ആ റേഷൻ കാർഡുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത്, ആധാർ കാർഡ് ഉണ്ടാക്കി, അവർക്ക് പെൻഷൻ കിട്ടാത്ത 3 പേരുണ്ടായിരുന്നു. അവർക്ക് പെൻഷന് വേണ്ട പെൻഷൻ കിട്ടി തുടങ്ങി. എല്ലാ കാര്യങ്ങളും 21 കുടുംബങ്ങൾക്കും ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ ബെറ്ററായി. ഒരു 8 കുടുംബങ്ങൾ കുറച്ചും കൂടി ആ കുട്ടിക്ക് സർക്കാരിൻ്റെ തന്നെ കുടുംബശ്രീയുടെ ദീൻ ഉപാധ്യായ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, തൊഴിൽ കൊടുക്കുന്ന സംരംഭത്തിൽ അവരൊരു കുഞ്ഞ് ഉണ്ടായിരുന്നു, അവർ പഠിച്ചതാണ്. അവർക്കൊരു ജോലി നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വയം പര്യാപ്തമാകാൻ വേണ്ട പ്രൊജക്റ്റുകളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അവർ വീടുകൾ ഉണ്ടായിരുന്നു, അതിൽ വീടുകൾ നമ്മൾ റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. താമസ സൗകര്യം ഏർപ്പെടുത്തി എല്ലാം നല്ല ബെറ്ററായിട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ എണ്ണം കുറച്ച് കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് വീണ്ടും സർവേ നടത്തിയിട്ട് അവർക്കൊന്നും കൂടി ഇതാണെങ്കിൽ നമ്മൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും അവർക്ക് ഓണായാലും ക്രിസ്മസ് ആയാലും എല്ലാറ്റിനും എല്ലാവരും സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുകൊണ്ട് പോകുന്നത്. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തുന്നത്? ഇത് കോർപ്പറേഷൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നിങ്ങൾക്ക് കണ്ടറിയാം. പാടം നികത്തി വീട് വയ്ക്കുക എന്നുള്ളൊരു പ്രോത്സാഹനം മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കർശനമായി നിരോധിച്ചതുകൊണ്ട് കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷിക്ക് നമ്മൾ എത്രത്തോളം സഹായം ചെയ്താലും കർഷകർക്ക് 11 പാടശേഖരമാണ് ഇവിടെ ഉള്ളത്. 11 പാടശേഖരത്തിനെയും വിളിച്ചു ചേർത്ത് അവർക്ക് അവരെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ച് അതിനുശേഷം ഓരോ വർഷവും പ്രൊജക്റ്റ് വയ്ക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ അവരെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു അവർക്ക് സാമ്പത്തികമായി
കൂട്ടുകൂലി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൂലി കൊടുക്കുക. ഒരു 5000 രൂപയാണ് കൊടുത്തിരുന്നത്. അത് ഞങ്ങൾ ഒരു ഏക്കറിന് 15000 രൂപയാക്കി കൊടുത്തു. അതേപോലെ തന്നെ പച്ചക്കറി ഇടവിള കൃഷി ഇവിടെ ഏറ്റവും കൂടുതൽ കൂർക്ക കയറ്റി അയക്കുന്ന ഒരു പഞ്ചായത്താണ് കൂർക്ക ഇടവിളയായിട്ട്. അത് പുത്തമടം നിന്നാണ് ഏറ്റവും അധികം കൃഷി ഉൾപ്പെട്ട പ്രദേശം. അവിടെ നിന്നാണ് ഏറ്റവും അധികം കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ കൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, പിന്നെ അവിടെ ജലസേചന സൗകര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ റോഡ് അതിന് നല്ല ഊന്നൽ, കൃഷിക്ക് വേണ്ട ജലസേചന സൗകര്യം, തോടുകൾ ആഴം കൂട്ടുക, അവർക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ ചെയ്യുക. അതൊക്കെയാണ് ഞങ്ങൾ 3 വർഷക്കാലം ചെയ്തത്. അതിന് മുൻതൂക്കം കൊടുത്ത് ഓരോ വർഷവും, കഴിഞ്ഞ വർഷം 46 ലക്ഷമാണ് വെച്ചിരുന്നെങ്കിൽ ആദ്യം ഫസ്റ്റ് വർഷം പിന്നത്തെ 52ആയി. ഈ വർഷം ഏറ്റവും കൂടുതൽ പൈസ കൃഷിക്ക് വയ്ക്കാനായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. അവരെല്ലാം യോഗത്തിൽ വിളിച്ച് ചേർത്തിട്ടുണ്ട്. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ വ്യത്യസ്തമായതുകൊണ്ട് കൃഷിക്കൊരു നഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പാടത്ത് മുഴുവൻ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് കാലാവസ്ഥയും കൂടി അനുകൂലമാകണം. പക്ഷേ ഞങ്ങളെല്ലാ പ്രോത്സാഹനവും കൃഷിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ കൺസെപ്റ്റ് തരിച്ചിടാത്തൊരു ഭൂമി പോലും പാടില്ല, എല്ലാവരും കൃഷി ചെയ്യണം. ഇടവിളകളായിട്ട് നമുക്ക് പച്ചക്കറികൾ നടാനായിട്ട് പയർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ടുള്ള സംവിധാനം കൂടി നമുക്ക് ഏർപ്പെടുത്തി. കോലഴി ഗ്രാമപഞ്ചായത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും നൂതന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു വരുന്നു? കോലഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, കോർപ്പറേഷൻ്റെ തൊട്ടെടുക്കുന്നതാണ്, മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇവിടെയുള്ള ജനിച്ചു വളർന്ന ഇവിടെയുള്ള ആൾക്കാർ കുറവാണ്. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് വന്ന് താമസിക്കുന്നവരാണ് അന്യനാട്ടുകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ള നല്ല അറിവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂതന പ്രൊജക്റ്റ് എന്ന് പറയാനായിട്ട് കൃഷിക്ക് ഞങ്ങൾക്ക് ഒരു ശ്മശാനം ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇതാണ്. പക്ഷെ അതിപ്പോൾ ഞങ്ങൾ ഒരാളെ കണ്ടെത്തി കുറച്ച് സ്ഥലങ്ങൾ ചോദിക്കാൻ, അയാൾ ഒരു ഡോക്ടറാണ്, കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ചോദിച്ച് അതിനോടുള്ള കൺസെപ്റ്റ് MLA-യുമായി സഹകരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. നൂതന പ്രൊജക്റ്റ് ഞങ്ങൾ ഏറ്റെടുത്തത് എന്താ വെച്ചെങ്കിൽ, ഇവിടെ 81 വീടുകളുണ്ടായിരുന്നു ലൈഫ് പദ്ധതി പ്രകാരം. അപ്പോൾ ഞങ്ങൾ ഈ വർഷം എല്ലാവരും റോഡ് ഇതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഈ 81 പേർക്കും വീട് നൽകുക എന്നുള്ളൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ. ഞങ്ങൾ 81 പേർക്കും ഈ സാമ്പത്തിക വർഷത്തിലെ വീടുകൾ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ലൈഫ് പദ്ധതിയാണ് ഞങ്ങൾ ഊന്നൽ കൊടുത്തത്. ആ വീടുകൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ ഓൺ ഫണ്ട് വെച്ചിട്ടുണ്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് വീടില്ലാത്ത ഒരാൾ പോലും ഈ പഞ്ചായത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതിന് മാത്രമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ഒന്ന് വിശദീകരിക്കാം. സ്ത്രീകളുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം നല്ല രീതിയിൽ സ്ത്രീകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർ സ്വയം പര്യാപ്തമാവാനായിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ പഞ്ചായത്ത് നിന്ന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്, സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവർക്ക് അതിനുള്ളൊരു പ്രൊജക്റ്റുകൾ 5 പേർക്ക് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷെ അവർ സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ എന്താ വെച്ചെങ്കിൽ, അവർ ഒരു പദ്ധതി പഠിച്ച് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വിടുക എന്നുള്ളതല്ല. ആ പദ്ധതി അവർക്കൊരു സംരംഭം തുടങ്ങാനായിട്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നാളെ തന്നെ ഞങ്ങൾ വനിതകളുടെ ഒരു സംരംഭമായ വനിതാ കൂട്ടായ്മയുടെ ഒരു ഹോട്ടൽ നാളെ ഒരു 12-ാം തീയതി ഉദ്ഘാടനമാണ്. അതുപോലെ വിവിധ മേഖലകളിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് CPC ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഇവിടെ നല്ല ശക്തമാണ്. ജാഗ്രതാ സമിതിയും ശക്തമാണ്. അതിനൊരു ഓഫീസ് ഞങ്ങൾ ആദ്യമായിട്ട് CPCക്ക് ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അത് കോലഴി ഗ്രാമപഞ്ചായത്തിലാണ്. ഒരു അംഗൻവാടിയുടെ മകളുടെ ഓഫീസിട്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരു സീലബിൾസ് പാസ്സായ കുട്ടീനെ വെച്ച് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ പരാതികൾ പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ ഒരു വാർഡിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ 17 വാർഡാണുള്ളത്. ജാഗ്രതാ സമിതി കൂടുകയും അവിടെ വേണ്ട പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട് സൂപ്പർവൈസറും കുട്ടിയും കൂടി എല്ലാ രീതിയിലും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് നമുക്കുള്ള അത്യാവശ്യം. ബാലസഭ കൂടി അവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് വന്നൊരു നിർദ്ദേശം എന്താണ്, കുഞ്ഞുങ്ങൾക്കൊരു ലൈബ്രറി വേണമെന്നുള്ളതായിരുന്നു. ആ ലൈബ്രറി എല്ലാ അംഗൻവാടികളും കേന്ദ്രീകരിച്ച് കുട്ടികൾക്കുള്ളൊരു ലൈബ്രറി സ്ഥാപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രോജക്റ്റിലുണ്ട്. അത് ഞങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കും. കൊച്ചുകുട്ടികൾക്കുള്ള വായിക്കാനുള്ള ഒരു സൗകര്യം, അവർക്കുള്ള പുസ്തകങ്ങൾ, ഒരു വായനാശീലം വളർത്തുക എന്നുള്ളതാണ്. പുതുതലമുറയെ സൃഷ്ടിക്കാൻ. ഇപ്പോൾ അറിയാം, മൊബൈലിനൊക്കെ ഇതായിട്ട് കുട്ടികൾ പോകുമ്പോൾ അവർക്ക് കളിക്കാൻ. പിന്നെ കോളേജിലേക്ക് ഒരു കളിക്കളം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു ഗ്രൗണ്ട്
ഞങ്ങൾ കുട്ടികളെ പിന്നെ ഞങ്ങൾ ആ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത്. അതുപോലെ ഇവർക്ക് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സ്കൂള് ഇല്ലാത്ത സമയത്ത് അത് മാതാപിതാക്കൾക്ക് ഭയങ്കരധികം താല്പര്യം സ്ഥലമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ പൂട്ടി വരുമ്പോൾ അവർക്ക് മൊബൈൽ നോക്കിയിരിക്കുക എന്നുള്ളത് ഒരു ഇതായിരുന്നു. അവർ വളരെയധികം ഇതോടുകൂടി ഇങ്ങനെ കോച്ചിങ് ക്യാമ്പുകൾ, നൃത്തപഠന കേന്ദ്രങ്ങൾ, അതുപോലെ ചിത്രം വര അതൊക്കെ പഠിപ്പിക്കുകയാണ് സ്കൂള് പൂട്ടിയിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത്. അതനുസരിച്ചിട്ട് അവർ നല്ല രീതിയിൽ അവരിൽ നിന്ന് നല്ല പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറയുന്നത് കുട്ടികളിങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം തോന്നും, അപ്പോൾ അവർ വേഗം അവരെ കിടന്നുറങ്ങുക അങ്ങനെ. അപ്പോൾ മൊബൈലിനോടുള്ള ഒരു ഇത് അവർക്ക് കുറഞ്ഞു വരുന്നുണ്ട് നല്ലൊരു അഭിപ്രായം കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക? മാലിന്യമുക്തമായി ഇപ്പോൾ ഈ മാലിന്യമുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് നമ്മൾ എന്താ പറയുക പഞ്ചായത്ത് അത്ര മാലിന്യമുക്തമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ആദ്യം തന്നെ ജനങ്ങളിൽ ബോധവാന്മാരാക്കണം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമ്പന്നരും ഇതൊക്കെയുള്ളൊരു നാടാണ് കോലഴി എന്നറിയാം. പക്ഷേ മാലിന്യം തള്ളുന്നതിൽ ഇന്ന് അവരാണ് ഏറ്റവും മുൻതൂക്കം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞങ്ങൾ കുറേ മാലിന്യങ്ങൾ ഇതേപോലെ എടുക്കുമ്പോൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ ഞാൻ പറയുന്ന ഈ വ്യക്തികളിൽ നിന്ന് നമ്മൾ കണ്ടിട്ട് പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഫൈൻ അടപ്പിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ നിലവിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ അധികം മാറ്റം വന്നിട്ടുണ്ട്. മാലിന്യമുക്തമായിട്ട് ഹരിതകർമ്മസേനയാണ്. ഹരിതകർമ്മസേന വീടുകളിൽ പോകുന്നുണ്ട്. പക്ഷെ കുറേ പോരായ്മകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ആളുകളെ കിട്ടാത്തൊരു പോരായ്മകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളെ കൺസെപ്റ്റ് എന്താ വെച്ചെങ്കിൽ മാലിന്യമുക്തമായ ഒരു കോലഴി, ക്ലീൻ കോലഴി എന്നൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഗ്രാമസഭകളിൽ കൂടെ അതിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാ വാർഡിലും NCF സ്ഥാപിക്കുകയും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് പുതിയൊരു പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു വിഷയവുമുണ്ട്. അപ്പോൾ മാലിന്യമുക്തം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ എല്ലാവരുടെയും അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ തന്നെ മെമ്പർമാർ അവരുടെ കൂടെ വീടുകളിൽ ഇറങ്ങിയിട്ട് ഓരോ വീട്ടിലും കയറി ഇത് കൊടുക്കണം എന്നുള്ള ഇത് വെച്ച് അങ്ങനെ കൊണ്ടുവരുന്നൊരു സംവിധാനമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മാലിന്യമുക്തമായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സ്ഥല ലഭ്യതയുടെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് പുതിയ നൂതന പ്രൊജക്റ്റ് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ കുറേശ്ശെ ഞങ്ങളിപ്പോൾ 22 ലക്ഷത്തിൻ്റെ വലിയൊരു ഞങ്ങളുടെ ഒരു വ്യാവസായിക എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ വലിയൊരു പണിത് അവർക്കൊരു 10 പേർക്ക് തൊഴിൽ നൽകാവുന്നതും ഇത് എടുക്കലും പിന്നെ അത് വളം നിർമ്മിക്കാനുള്ള ഒരു സംവിധാനത്തിലുള്ളതൊക്കെ കണ്ടെത്തി നമ്മൾ അതിൻ്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഹെൽത്ത് നമുക്കുള്ളത് നമ്മുടെ കയ്യിലുള്ള പഞ്ചായത്തിൻ്റെ കീഴിലുള്ളത് 2 സബ് സെൻ്ററുകളാണ്, പുത്തമ്പടംകുന്നും അതുപോലെ പോട്ടൂരും. ഇവിടുത്തെ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ആദ്യം ഉള്ളത് ഒല്ലൂക്കര ബ്ലോക്കിൻ്റെ കീഴിലായിരുന്നു. പിന്നെ വിഭജിച്ചപ്പോഴാണ് പുഴയ്ക്കൽ ഡിവിഷൻ്റെ കീഴിലേക്ക് വന്നത്. അപ്പോൾ ഒല്ലൂക്കര ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രമായിരുന്നു പാമ്പൂർ PHC ഉണ്ടായിരുന്നത്. അതിപ്പോഴും ഞങ്ങൾക്കുള്ളത് തോളൂർ പുഴയ്ക്കൽ ബ്ലോക്കിൻ്റെ കീഴിലാണ് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾക്ക് തനതായിട്ടൊരു ആരോഗ്യ കേന്ദ്രം ഇല്ല. നമുക്ക് സബ് സെൻ്ററേ ഉള്ളൂ. സബ് സെൻ്ററുകളിൽ പ്രവർത്തനം നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി ആശാ വർക്കേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ ഒരു കൂട്ടായ്മകളൊക്കെ കൂടി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ആരോഗ്യപരമായ ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. മരുന്നുകൾക്ക് ലഭ്യത കുറവുണ്ട്, എന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഇതാണ്. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആ രംഗത്ത് വളരെയധികം ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. 2007 തുടങ്ങിയതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആദ്യമായിട്ട്. അതിപ്പോഴും ഇത്രയും വർഷമായിട്ട് കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ ഇത്രയും രീതികളാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ കീഴിലല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു പരിധിയുണ്ട് ചെയ്യാനായിട്ട്. ബ്ലോക്കിൻ്റെ കീഴിലാണ്. നമുക്ക് സബ് സെൻ്ററുകൾ വികസിപ്പിക്കുക, സബ് സെൻ്ററിൽ കൂടെ ജനങ്ങൾക്ക് വേണ്ട പോഷകാഹാര ക്ലാസ് അതുപോലെ ആരോഗ്യപരമായ ക്ലാസ്സുകൾ നടത്തുക, അതൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മനുഷ്യർക്കൊപ്പനെ വെച്ചിട്ടുണ്ട്, വനിതകൾക്കുള്ളത് വെച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം പഞ്ചായത്ത് നേരിടുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? കാലാവസ്ഥ വ്യതിയാനം മൂലം പഞ്ചായത്ത് നല്ല രീതിയിലുള്ള കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രദേശമാണ്. പറയുമ്പോൾ ഒരു 5 സെൻറ്റ് ഒരു വീട് ഒരു കിണർ എന്നുള്ള രീതിയിലാകുമ്പോൾ വെള്ളം അത് മാത്രമില്ല. പിന്നെ ഉള്ള വീടുകളെല്ലാം ടൈലിട്ട് അത് കഴിഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥ. അത് ബോധവാന്മാരാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതുപോലെ മഴപ്പൊലിമ എന്നുള്ള രീതിയിൽ കിണറുകൾ റീചാർജിങ് ആണ്. അത് ഓരോ പ്രദേശമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥയിൽ മാറ്റത്തിൽ കൂടെ വളരെയധികം ബുദ്ധിമുട്ട് പോലെ പഞ്ചായത്തിൻ്റെ ഉണ്ട്.
ഇപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം മഴ പെയ്തത് മൂലം ഇപ്പോൾ എല്ലാം വിതച്ചതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ്. കിഴക്കൻ പടിഞ്ഞാറൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കൃഷി. കൊട്ടേക്കാട് കുറ്റിരു ഭാഗത്ത് അവിടെയെല്ലാം ഒരാഴ്ചയായിട്ട് വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ വിതച്ചത് മുഴുവൻ കിടക്കുന്നത്. ഇനി ഇത് എടുത്തിട്ട് നമ്മളൊരു കൊയ്ത്ത് വരുമ്പോഴേക്കും അവർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരും. കൊയ്യാറാകുമ്പോൾ തീരെ വെള്ളം കിട്ടില്ല, വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം നന്നായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ്. കർഷകർക്കായാലും അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്തായാലും വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം നല്ല ബുദ്ധിമുട്ടുകൾ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ. പഞ്ചായത്തിന്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ പ്രോജക്ട്സ് കൊണ്ടുവരേണ്ടത്, വികസനം ആവശ്യമായിട്ടുള്ളത്? ആദ്യമായിട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ. തീരെ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളൊരു കൺസെപ്റ്റ് എന്താ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പഞ്ചായത്ത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുമായി തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൃഷിക്ക് ഊന്നൽ നൽകുന്ന എല്ലാ തരിശു ഭൂമിയെല്ലാം കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഒരു പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്നുള്ളത് അത് സർക്കാർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ നിർത്താനായിട്ട് നമുക്ക് കഴിയണം. ഏറ്റവും കൂടുതൽ ചെറിയ പുതുതലമുറയ്ക്ക് നല്ല നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക. അവർക്ക് അതിന് വേണ്ട പ്രോത്സാഹനം നൽകാനായിട്ട് ചൈൽഡ് ലൈൻ കമ്മിറ്റികളുമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകണം എന്നുള്ളതാണ്. പിന്നെ അംഗൻവാടി, ഞങ്ങൾക്ക് 27 അംഗൻവാടിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഭരണസമിതി കയറുമ്പോൾ 4-5 അംഗൻവാടിക്കാണ് അവിടെ സ്ഥലം വീടും ഇതുണ്ടായിരുന്നു, കെട്ടിടമുണ്ടായിരുന്നു. ഇപ്പോൾ 14 അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുറമ്പോക്കുകൾ കണ്ടെത്തി അതിൽ കൂടെ തന്നെ കൗമാര ക്ലബ്ബുകളുണ്ട്, അവർക്ക് അതിന് വേണ്ട ക്ലാസ്സുകൾ നടത്തി അവരേനും ബോധവാന്മാരാക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൃഷിയിലും ഈ 3 നമ്മുടെ രംഗത്ത് ശോഭിച്ചു കഴിഞ്ഞാൽ കോളനിയിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് വരും. പിന്നീട് വരുന്നതൊക്കെ റോഡുകൾ വെള്ളം വിളിച്ച് അതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ പുതുതലമുറയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഭാവിക്ക് വരുന്ന ഭരണസമിതിക്കും അത് കൂടുതൽ, ഇനി പോയി കഴിഞ്ഞാൽ വരുന്ന ഭരണസമിതിക്കും കൂടുതൽ എളുപ്പമായിട്ട് നല്ലൊരു കുട്ടികളെ കിട്ടാനും ഭാവിക്ക് കുഴയ്ക്ക് നിന്നാവും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്ത ഇതിലേക്കും നന്ദി. ഓക്കെ, താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം.